വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊര തേനൂറിടും നിശലായി ഞാൻ. വാതിലിൽ കാതോർത്തു നീ നിന്നിലേ, പാതിയിൽ പാടാത്തൊര തേനൂറിടും നിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. കാണാൻ ഓരോ വഴി തേടി കാണും നേരം മിഴിമൂടി, ഓമലേ നിന്നീലയോ നാണമായി വഴുതീലയോ. പുന്നാരം ചൊരിയുമളവിലവളിളകി മറിയുമൊരു കടലായി, കിന്നാരം പറയുമഴകിലവളിടറി ഇടരുമൊരു മഴയായി. കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരുകിതരുമയുമായി. ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. ചിലപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിനകത്തൊരു താളം ഉണ്ടാവും, ട്യൂണ് കിട്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എങ്കിലും ഇത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ചെഞ്ചുണ്ടിലൊക്കെ എങ്ങനെ കൃത്യമായി ചേരുമെന്നുള്ളത് ഈ മ്യൂസിക് ഡയറക്ടർ ചെയ്തതിന് ശേഷം പാടി കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഒരു ആസ്വാദനത്തിൻ്റെ രണ്ടാം തലമാണ്. ഒരു പക്ഷേ ആദ്യം നമ്മൾ ആ പാട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും. പിന്നെ ഇത് ആൾക്കാർ കേട്ടിട്ട് തിരിച്ചു നമുക്ക് പാടി കേൾപ്പിക്കുമ്പോൾ, ഇപ്പോൾ ജോജി മുമ്പിലിരുന്ന് പാടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. സാറേ, ഇപ്പോൾ 5ാം വേദത്തിലേക്ക് ജോജി എങ്ങനെയാണ് എത്തിയെന്നുള്ളത് ജോജി ആദ്യം പറഞ്ഞു തുടങ്ങും. 5ാം വേദം എനിക്ക് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു റഫീഖ് സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കണം എന്നുള്ളതാണോ. അതിൽ മുട്ടിയില്ല, ആദ്യമായിട്ട് അതെ 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 അപ്പൊ തന്നെ തുറന്നു. അതെ തുറന്നു. അപ്പം മുജീബ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ടർ നമ്മുടെ സിനിമയുടെ. അപ്പം ആളോട് സംസാരിച്ചു. അപ്പം ഞങ്ങൾ സംസാരിച്ചു. റഫീഖ് സാർ വളരെ സന്തോഷത്തോടു കൂടി എഴുതരാൻ സമ്മതിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നാളുകൾ എടുത്തിട്ടാണ് നമ്മൾ അല്ല സാറ് ഏറ്റവും നല്ല വരികളാണ് എഴുതുന്നത്. കുറെ വരികൾ എഴുതുന്നുണ്ട് ശരിക്കും അല്ലേ? അല്ല, ഇമ്പോസിഷൻ അല്ല സാർ ഓരോ പ്രാവശ്യം ആദ്യം, കാരണം പിന്നെ ആദ്യം ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഈ പാട്ടിൽ. ഒരു സ്റ്റാർട്ടിങ് ഒരു ഭക്തിയും പിന്നീട് പ്രകൃതിയും, അങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റാൻസും തേർഡ് സ്റ്റാൻസും പ്രകൃതി വർണ്ണിക്കുന്ന അങ്ങനെ രീതിയിലായിരുന്നു. പക്ഷെ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷനിൽ സാർ ആദ്യം വിചാരിച്ചിരുന്നത് ഫുള്ള് ഭക്തി എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഭക്തിക്ക് വേണ്ട ഒരു പാട്ട് മുഴുവൻ കിട്ടി. അപ്പം അതിൻ്റെ അകത്തുനിന്ന് കുറേ നല്ല എല്ലാം കൂടി അതിൻ്റെ ഒരു എസെൻസ് ആക്കി പല്ലവിയിലേക്ക് അല്ല സാർ അങ്ങനെ എടുത്ത് മാറ്റി അല്ലല്ല സാറിനോട് ചോദിച്ചു തന്നെ ചെയ്തതല്ല. എന്നിട്ട് പിന്നെ ബാക്കി എഴുതിപ്പിച്ചു. അതെങ്ങനെ ട്രിക്കി ആയിട്ട് എഴുതിപ്പിച്ച എങ്ങനെയാ? അല്ല സാറിനോട് പിന്നെ ഡയറക്ടർ ആദ്യം എഴുതി കഴിഞ്ഞ പിന്നെ ഡയറക്ടർ വിളിച്ച് പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, പിന്നെ പ്രകൃതിയുടെ വർണ്ണനയാണ് സെക്കൻഡ് സ്റ്റാൻസ് ആൻഡ് തേർഡ് സ്റ്റാൻസ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പിന്നെ രണ്ടാമത് വീണ്ടും പ്രകൃതി വർണ്ണനയായിട്ടാണ് സെക്കൻഡ് സ്റ്റാൻസും തേർഡ് സ്റ്റാൻസും. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെയും സൗരദീപ്തികൾ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ പുതുമയുള്ള വാക്കുകളാണ് സിനിമയിലെ പാട്ടുകളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വാക്കുകളൊക്കെ കിട്ടി. അതെ അതെ സാർ, ഇപ്പോൾ എടുത്ത് ഈ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ 2-3 പ്രാവശ്യം പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു ഇത് കുറച്ചുകൂടെ ഒരു കാവ്യാത്മകമായി ചെയ്യണമെന്ന് സാർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പാട്ടെഴുത്ത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ചെറിയ ക്ലാഷ് ഉണ്ടായി. അപ്പോഴാണ് സാർ മനസ്സിലാക്കുന്നത് വേറൊരു ജോണറാണ്, ഇതൊരു വേറൊരു കലയാണെന്നുള്ളത്. ഇപ്പോൾ കുറേ കൂടെയൊക്കെ മോൾഡായില്ലേ, നമ്മൾ അതിന് പറ്റുന്ന ഒരാളായി മാറിയില്ലേ? അല്ല, അതിൽ തുറന്നു കാര്യങ്ങളൊക്കെ പറയാമല്ലോ. ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും പാട്ടിൻ്റെ ഒക്കെ ഒരു ഏർപ്പാടെന്ന് പറയുന്നത് അടുത്ത ഈ കോവിഡിന് മുമ്പ് വരെയൊക്കെ എങ്ങനെ വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പം അങ്ങനെയൊന്നും സാധിക്കാറില്ല. ഇപ്പോൾ അവർ വന്നിരുന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനിടയിൽ വേറെ കുറേ കാര്യങ്ങൾ വന്നു. ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ രജിസ്റ്റർ ചെയ്തത് ഒരു ഭക്തിഗാനം എന്നുള്ള രീതിയിലായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഇവർ പറഞ്ഞത്. ഭക്തിയും പ്രകൃതിയും പിന്നെ എന്തൊക്കെയോ ഇവർക്ക് പറയാവുന്ന എല്ലാ സാധനങ്ങളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൂടി പാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാനാദ്യം ഈ ഭക്തി ആ ഒരു സംഗതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാട്ടാണ് എഴുതിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇവർക്ക് തൃപ്തി വരുന്ന സംഗതി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്.
ആദ്യകാലത്തൊക്കെ എനിക്ക് അങ്ങനെ ചില വാശികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എഴുതുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളല്ലല്ലോ, സിനിമ ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ കാര്യം അറിയുള്ളൂ. അതെ അതെ, എന്ത് തരത്തിലുള്ള പാട്ടാണ് വേണ്ടത്, ആ സിനിമയ്ക്ക് പറ്റിയെന്നുള്ളത് അവർ പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശരി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കുറച്ചും ഇതിലേക്ക് വന്നു. എന്നാലും സംഗതിയൊക്കെ തൃപ്തികരമായിട്ട് അല്ല, അടിയൊന്നും ഉണ്ടായില്ല. ഞാൻ നേരിട്ട് കാണുന്നില്ല, അപ്പൊ അടി കൂടേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പറയാൻ മറന്ന പരിഭവങ്ങൾക്കും അതിനുശേഷം കമൽ സാറിന്റെ പെരുമഴക്കാലം എഴുതുന്ന സമയത്തും ഒക്കെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ കമൽ സാർ പറഞ്ഞു ഇത് ഇത്തരത്തിലുള്ള ഒരു മഹാകാവ്യം അല്ല നമുക്ക് വേണ്ടതെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു. മറ്റെവിടെ സാറ് കുറച്ചുകൂടെ, റഫീഖ് സാറ് കുറച്ചുകൂടെ ബലം പിടിച്ചു, എന്റെ കവിത വേണം എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇപ്പോൾ നമുക്കത് മനസ്സിലായി കുറച്ചുകൂടെ ഇത് വേറൊരു രൂപമാണ്. അത് എങ്ങനെയാണ്? അല്ല, അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനൊക്കെ ഈ കവിത എഴുതിയിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്. ഞാനിങ്ങനെ സിനിമാ പാട്ടിൽ തന്നെ ഈ സിനിമാ പാട്ടിൻ്റെ ലോകത്തേക്ക് വരുന്നുള്ളത് അങ്ങനെ അല്ല, അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചതോ വിചാരിച്ചതോ അല്ലല്ലോ. അപ്പൊ എൻ്റെ രീതി കവിത എഴുതുന്ന ആൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. കാരണം അത് ഞാൻ അതിൽ വേറൊരാൾക്കും പത്രാധിപര് പോലും തൊടാൻ നമുക്ക് ഇഷ്ടമല്ല. അത് ഒരു വാക്കുപോലും മാറ്റാൻ പറ്റില്ല. പക്ഷെ പാട്ടിന്റെ ലോകം വേറെയാണ്. പാട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളുടെ മാത്രം സംഭവം ഒന്നുമല്ല, അതൊരു കൂട്ടായിട്ടുള്ള സംഗതി തന്നെയാണ്. അതിൻ്റെ ഐഡിയാസ് പലതും പുറമേ നിന്ന് വരും. ട്യൂൺ വരുമ്പോൾ പാട്ട് ആകെപ്പാടെ മാറും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വിനയത്തോടു കൂടി അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റേതെന്ന് വെച്ചാൽ നമ്മുടെ അത് വേറെ ഒരാൾക്ക് തുടരാൻ സമ്മതിക്കില്ല. അത് നമ്മുടെ ആത്മാവിഷ്കാരം. അതിന്റെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇതങ്ങനെ പറ്റില്ല. കാരണം ഇത് പിന്നെ എത്ര ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാട്ടില്ല, ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വരി എഴുതുന്നു, അതിന് സംഗീതം കൊടുക്കുമ്പോൾ പാട്ട് തന്നെ വേറെ ഒന്നായിട്ട് മാറുന്നു. പിന്നെ അതിലേക്ക് കോൺട്രിബ്യൂഷൻസ് ഡയറക്ടർ ഭാഗത്ത് ചില നിർദ്ദേശങ്ങളുണ്ടാവും, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ചിലപ്പോൾ ചില അഭിപ്രായങ്ങളുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പാട്ട് എഴുതാൻ പറ്റുള്ളൂ. അതൊരു അസ്വാതന്ത്ര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതെ അതെ അതെ, അത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ക്രിയേറ്റീവായി മാറുന്നത്. അത് കൂട്ടായ ഒരു തീർച്ചയായിട്ടും പരിശ്രമമാണ്. 5-ാം വയതിലെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. സാർ എഴുതിയ പാട്ട് തന്നെ പാടി തുടങ്ങാം. സ്വലാത്തുള്ള സലാമുള്ള മീനാരം കൺ തുറന്നു സുബഹി ബാങ്കൊലിയാ. സ്വലാത്തുള്ള സലാമുള്ള വിഭാതം നിന്നെ എഴുതി സൗരദീപ്തികളാൽ പതുക്കെ കൂരിരുളിൻ കൂടൊഴിഞ്ഞും കുളിരകന്നും കിഴക്കേ ദിക്കിലാളും പുതുവെളിച്ചം ചിറകടിച്ചും ദിനത്തിൻ പിറവിയായി പ്രകൃതിയാകെ പുതിയതായി തുറക്കാം നേരിലേക്കായി മാനസത്തിൻ ജാലകങ്ങൾ. ഇലാഹിൽ മുഖമുയർത്തും മല ജപമണികളെണ്ണുമി പുഴ സജലമി താഴ്വര പൂവാക ജ്വാല ചിന്നും വാനം കോടക്കാറിറങ്ങും ലയം കാറ്റൊഴുകുന്നിതാ. ഇതളരികിൽ മഞ്ഞിൻ നൃത്തം പ്രിയതരമ പൂവിൻ ഗന്ധം ഈ ജീവിത ഗാനധാരയിലാഴ്വതിൽ പരമെന്തു ധന്യതയോ. സ്വലാത്തുള്ള സലാമുള്ള വിഭാതം കൺ തുറന്നു സൗരദീപ്തികളാൽ. എല്ലാം വന്നില്ലേ? അതെ അതെ, പ്രകൃതി വന്നു. സൗരദീപ്തി എന്ന് പറയുന്നത് നല്ല വാക്കാണ്. അതേപോലെ സാറിന്റെ സ്ഥിരം പ്രയോഗമായിട്ടുള്ള സജല അതുകൊണ്ട് വന്നിട്ടുണ്ട്. സജല ഒരു 2-3 പാട്ടുകളിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചില മോട്ടീവ്സ് ഉണ്ട്, ചില കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ആവർത്തിച്ച് വരും. നമ്മളെ ബോധപൂർവ്വം വരുന്നതല്ല, അതങ്ങനെ. പക്ഷേ ഈ ഞാൻ മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഈ പ്രകൃതിയെ കുറിച്ചും പരിസ്ഥിതിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അവബോധം പാട്ടുകളിൽ ഉണ്ട്. അത് അറിയാതെ തന്നെ സാർ അങ്ങനെ ഒരു വന്നു പോകുന്ന ചില സംഗതികളാണ്. വെറും നിലാവും കിനാവും ഒക്കെ എഴുതാതെ കുറച്ചുകൂടെ അതിനൊരു അർത്ഥം വരുത്തുന്ന ഒരു എഴുത്തുണ്ട്. അല്ല, ഈ ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഒരു പ്രത്യേക സവിശേഷമായിട്ട് സിനിമയാണ്, ഇത് നല്ല പ്രമേയൊക്കെയാണ്. ആത്മീയത എന്ന് പറയുന്നതിന് ഒരു അത് വേണമെങ്കിൽ മതമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ശരിക്കും ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനുണ്ടാകുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഗാഢമായ ബന്ധമാണത്. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഈ സലാത്തുള്ള എന്നൊക്കെ പറയുന്നവർ വേറെ വാക്ക് വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിലൊന്നും വലിയ പ്രസക്തിയില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ലയം, അതിൻ്റെ ഒരു ആനന്ദം, മനുഷ്യജീവിതം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം,
ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ളത്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പൊ മക്കാം മദീനതയിൽ അതെ. എത്തുവാനല്ലാതെ തുച്ഛം ഈ ജന്മത്തിൽ അത്രേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴും സാറിൻ്റെ ഒരു പാട്ടിനെ ചിലപ്പോൾ ഒരു അനുവാചകർ വായിക്കാൻ സാധ്യതയുള്ള, എന്നെ പോലെയുള്ള അനുവാചകർ വായിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ വെള്ളിക്കുലിസിന്മേൽ ചൊരിക്കല്ലേ ചുറ്റിപ്പിടിക്കല്ലേ തൊട്ടാവാടി തൊട്ടാവാടി തയ്യെ. തയ്യെ എന്ന് പറയുന്നതിനകത്ത് ഈ തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ബോംബെയിലെ ഉയരെ എന്ന് പറയുന്ന സോങ്ങിനകത്ത് മണിരത്നം ചിത്രീകരിച്ചിട്ടുണ്ട്. അവള് ഇങ്ങനെ അവളുടെ വേഷവിധാനങ്ങളുമായിട്ട് വരുമ്പോൾ ഒരു കൊളുത്തിൽ കയറിയിട്ട് പിടിക്കുകയും അവൾ അതിനെ വലിച്ചു കളഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു നമ്മുടെ മനസ്സിനകത്തേക്ക് വന്ന ഇമേജാണ്. പക്ഷെ സാറ് തട്ടം പിടിച്ചു വലിക്കില്ലേ എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ഒരു തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് സാർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് മറ്റൊരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അത്തരം ഒരു അർത്ഥം ഉണ്ടോ സത്യത്തിൽ? അങ്ങനെ വ്യാഖ്യാനിക്കാമോ? അല്ല, അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാമല്ലോ. അതെന്ന് വെച്ചാൽ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമാണ് അത് കവിതയായിട്ട് തീരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു സംഗതി ഇപ്പോൾ ഒരു ഗണിത പ്രശ്നമൊന്നുമല്ലല്ലോ അത്. അതെ അതെ. ചില സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്നുള്ളത് ഒരു ഗണിത വിഷയമാണ്. മറ്റേത് കവിതയിൽ അങ്ങനെയല്ല. കവിത ഒരുപക്ഷെ എഴുതിയ ആളെക്കാളും കൂടുതൽ കാവ്യ അനുശീലനവും അത്തരം ഭാവനയുള്ള ആളായിരിക്കും ചിലപ്പോൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ആൾ. അയാൾക്ക് അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാവുന്ന ഒന്നാണ് അത്. അങ്ങനെ വേണ്ടത്. അതല്ലെങ്കിൽ അതിനെ പറഞ്ഞുകൊടുത്ത് നിൽക്കുന്നത് ഒരിക്കലും കവിതയല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നതാണ് കവിത എന്ന് പറയുന്നത്. കവിത കവിയുന്നതാണ് കവിത. അതെ 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 അതെ, കവിയുന്നതാണ് കവിത അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ശരിക്കും തട്ടം ചില സമയത്ത് ഒരു ബാധ്യതയാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു സാധ്യത നമുക്ക് വേണമെങ്കിൽ എഴുതിയാൾ ഉദ്ദേശിക്കാത്ത പല തലങ്ങളിലേക്കും വരാറുണ്ട്. ഇതിപ്പോൾ എന്താ കൃത്യമായിട്ടും ആ പരദേശി എന്ന് പറഞ്ഞ സിനിമയിൽ ആ പെൺകുട്ടി ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്. അവിടുത്തെ ആ പരിസരങ്ങൾ വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന അവളുടെ അതിപ്പോൾ എല്ലാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ വേറൊരു ഐഡൻറ്റിറ്റിയിലേക്ക് പോവുകയാണല്ലോ. അവിടെ എല്ലാ ഐഡൻറ്റിറ്റിയും പോയിട്ട് വേറൊരു കുടുംബത്തിൻ്റെ വേറൊരാളായിട്ട് മാറുക ചെയ്യുന്നത്. ഇത് അതുമാത്രമല്ല, ഈ സിനിമയിൽ എങ്ങനെ വെച്ചാൽ നാട് തന്നെ വിട്ടു പോവാണ്, സ്വന്തം ദേശം തന്നെ വിട്ടു പോവാണ്. അതാണ് ഒരു കുടന്ന നിലാവ് എടുത്തോട്ടെ അല്ലെങ്കിൽ വെള്ളം എടുത്തോട്ടെ എന്നൊക്കെ കുട്ടി പറയുന്നത്. അപ്പം ആ തരത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ എങ്ങനെ വേണമെങ്കിലും പിന്നീട്, കാരണം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയിൽ നിന്നൊക്കെ ഈ പാട്ട് വേറിട്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റിയിൽ നിൽക്കും. അപ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് അതിനനുസരിച്ച് അതിന് വ്യാഖ്യാനിക്കാം. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചില പാട്ടുകളൊക്കെ ആവർത്തിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇപ്പോൾ മലമേലെ തിരിവെച്ച് പെരിയാറിന് തളയിട്ട്, അപ്പോൾ പെരിയാർ ഒരു തള പോലെയാണ് ഇട്ടിരിക്കുന്നത് ഇടുക്കിയിൽ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനാണ്. അതൊരു എന്താ പറയാ ഉപഗ്രഹ വീക്ഷണമാണ്. അതെ, ഡ്രോണിൽ പോയിട്ട് സാർ എഴുതിയതാണ്. അപ്പോൾ സാറ് ഈ ഡ്രോണിന് വേണ്ടിയിട്ട് ആ ഭൂമിശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ല എങ്കിലും ഈ പെരിയാറിന്റെ ആക്ഷേപം ഞാൻ ഇടുക്കിയെ കണ്ടിട്ടില്ല എന്നുള്ള ആക്ഷേപമുണ്ട്.